അലീനയും മനുവിൻ്റെയും വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും സ്റ്റാലിൻ തമ്മിൽ ഗംഭീര പ്രകടനം നടന്നുകൊണ്ടിരിക്കുക, അതായത് ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അലീനയുടെ കല്യാണത്തെക്കുറിച്ചും, കാരണം നിങ്ങളാരാ അവളുടെ കല്യാണം നടത്താൻ വേണ്ടി, ഞാൻ അവളുടെ അച്ഛൻ, കാരണം റെക്കോർഡിക്കലി അല്ലെങ്കിൽ കാരണം വൈജയന്തിയിലുണ്ടായ എനിക്കുണ്ടായ മകളാണ് അലീന. അതുകൊണ്ട് അതിനുള്ള അവകാശം എനിക്കുള്ളൂ, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ആ രീതിയിൽ തന്നെ സംസാരിച്ച് നിൽക്കുവാണ് നമ്മുടെ സ്റ്റാൻലി. എന്താ പറയുക, അത് ഇപ്പം മനു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവർക്ക് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം മറികടന്നിട്ടാണോ, കാരണം ഈ ലോകത്ത് ഇപ്പം ഇഷ്ടപ്പെടുന്നവരെ രണ്ടുപേരും യോജിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ഭാവി ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ലേ മാനുഷിക ധർമ്മം, അതല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തെ പറയാം. അതിപ്പം പെണ്ണും ചെറുക്കനും ആൾക്കാർക്ക് ആണും പെണ്ണും ഒക്കെ ആകുമ്പോഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിപ്പം എല്ലാം പിള്ളേരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്ന് കൊടുക്കാൻ നമ്മളെ കാരണവന്മാർക്ക് പറ്റുമോ? താൻ എന്തോ ഒരു വിഡ്ഢിത്തരമാണോ ബാലചന്ദ്ര പറയുന്നത്? അങ്ങനെ തന്നെയാണോ തൻ്റെ ജീവിതം എൻ്റെ ജീവിതമൊക്കെ വന്നേക്കുന്നത്? അപ്പം നമുക്ക് വിനിയോഗിച്ചതായിട്ടുള്ള നമുക്ക് വിധിച്ചതായിട്ടുള്ള ജീവിതത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ തീരുമാനമെടുക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്നത് അവളുടെ കല്യാണം ഞാൻ നടത്തും, വേറെ ആരും അതിന് ഇടപെടണ്ട എന്നുള്ളത് പറയണം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ അലീന കയറി വരുവാണ്. അലീന കയറി വന്നിട്ടുണ്ട്. ചോദിക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടെന്നൊക്കെ ചോദിക്കുന്നത്, ബാലചന്ദ്രൻ കാര്യം പറയാം, മോളുടെ ജീവിതം ആര് തിരഞ്ഞെടുക്കണം, മോള് തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ നിൻ്റെ പപ്പ തിരഞ്ഞെടുക്കണോ? കാരണം നിനക്ക് മനുവിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, മനുവിന് നിന്നെ ഇഷ്ടമാണ്, മനു നിന്നെ ഇഷ്ടപ്പെടുന്ന പോലെ നിനക്ക് അങ്ങോട്ട് തിരിച്ചിഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ അതൊരു മറുപടി നീയാ പറയണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അച്ഛ ഈ കാര്യത്തിന് രണ്ടുപേരെ എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പക്ഷേ ഒരു കാര്യം, ഇപ്പം മനുവിനെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ അച്ഛൻ പറയുന്നുണ്ട്, വേറെ ആളെ കല്യാണം കഴിക്കണം എന്ന് പപ്പ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറട്ടെ, ഇത് രണ്ടുപേർക്കും യോജിക്കുന്നതായിട്ടുള്ള മറുപടിയല്ല, പക്ഷെ ഞാൻ രണ്ടുപേരും നിരാശപ്പെടുത്തുന്നില്ല. ഇപ്പം മനുവിനെ കല്യാണം കഴിച്ചാൽ പപ്പായ്ക്ക് ഇതാവും, വേറെ ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനും ഇഷ്ടപ്പെടുത്തില്ല. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഒരു അനാഥ മന്ദിരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് കുറച്ച് സാമ്പത്തികം നിങ്ങൾ തന്ന് സഹായിക്കണം. അവിടെ ഞാൻ അവരെ നോക്കി, പിള്ളേരെ നോക്കി എൻ്റെ ജീവിതകാലം ഇഷ്ടകാലം അങ്ങോട്ട് കഴിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നിനും വേണ്ടി എനിക്ക് വേണ്ടി കൂടെ നിൽക്കേണ്ട. നിങ്ങൾ അതിനു വേണ്ടി എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേർക്ക് അടി കൊണ്ടതുപോലെ. അപ്പം അതുകൊണ്ടല്ല മോളെ, നീ ഇപ്പം ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് നിന്ന് എനിക്കിത് എങ്ങനെ തരാം. അപ്പം ഒന്നെങ്കിൽ ഒരാളൊരു തീരുമാനം പറയണം, ആ തീരുമാനത്തിൽ എല്ലാവരും യോജിച്ച് നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കാരണം രണ്ടുപേർക്ക് എൻ്റെ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ എനിക്കത് പറ്റത്തില്ലെന്ന് പറയും. ഒരെണ്ണം സ്റ്റാലിൻ പറയും, നിനക്ക് ഈ വ്യക്തിയോടാണല്ലേ കൂറ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എനിക്ക് അച്ഛനോട് കൂറുന്നല്ല. അച്ഛാ ഈ പപ്പ ഈ ലോകത്ത് ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിനെ, പിന്നെ ആ വ്യക്തി തന്നെയാണ് എനിക്ക് എൻ്റെ യഥാർത്ഥ പപ്പാനെ എനിക്ക് കാണിച്ചു തന്നതും. മാത്രമല്ല ഇവിടുത്തെ പപ്പ, അതുപോലെ ഇവിടുത്തെ പപ്പ എനിക്ക് ആവശ്യമില്ലാതെ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, എന്നെ സംരക്ഷിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും എന്നെ നോക്കുന്നുണ്ട്. ആ രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് പപ്പയുടെ വാക്കും അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടുപേരെയും ധിക്കരിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കാം. കാരണം ഞാനിപ്പം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം അനാഥ മന്ദിരത്തിലുള്ള ഒത്തിരി പേരും ആരും ഇല്ലാതെ ഇപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും എന്നുള്ളത്, പക്ഷെ അങ്ങനെ കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടും കാരണം വിധവകളായിട്ടുള്ളതും അതുപോലെ പ്രായം ചെയ്യുന്ന വ്യക്തികളൊക്കെ ഒരുപാട് പേരുണ്ട്. അമ്മയും അപ്പനൊക്കെ ഉപേക്ഷിച്ചവർക്ക് ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ സംരക്ഷിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സാമ്പത്തികവും അതിനോടൊരു അനാഥ മന്ദിരവും വേണം. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് സാമ്പത്തികം തന്ന് എന്നെ സഹായിച്ച് കൂടെ നിർത്തുവാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയാണ്. മാത്രമല്ല അപ്പം ബാലചന്ദ്രൻ പറഞ്ഞ മാത്രമല്ല, നിൻ്റെ അപ്പം പറയുന്നുണ്ട്, അല്ല നിൻ്റെ പപ്പ പറയുന്നുണ്ട്, കൊടുത്തപ്പോഴും അല്ല നെടുമ്പുരിക്കൽ നിന്ന് ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങനെ വേണ്ട. അപ്പം നിങ്ങളുടെ നീരസം അങ്ങോട്ട് മാറ്റ് എന്നാണ് അലീന പറയുമ്പോഴത്തേക്കാണ് പറഞ്ഞത്. എനിക്കാരും നീരസമൊന്നും ഇല്ലയെന്ന് സ്റ്റാൻലി പറയുന്നത്. അപ്പോഴാണ് പറയുന്നത്, നിൻ്റെ പപ്പ പറയുന്നതാണ് ഇങ്ങനെ, അതായത് അവിടുന്ന് ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല, കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയായിരിക്കും, പപ്പ പറഞ്ഞത് ശരിയായിരിക്കും. കാരണം ഞാൻ പപ്പയുടെ വീടാണ്, പപ്പ കാശുണ്ടാക്കി കെട്ടിപ്പടുത്ത് ഉയർത്തിയ ഒരു വീടാണിത്. ഇവിടെ ആര് വരണം ആര് വരണ്ടെന്ന് പപ്പ തീരുമാനിക്കും. പക്ഷേ അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാം, അച്ഛന് എന്നെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കോൾ ചെയ്താൽ മതി, ഞാൻ സ്പോട്ടിൽ വന്ന് അച്ഛനെ കണ്ടോളാം, അവിടെ ഉള്ളവരെ എൻ്റെ സഹോദരന്മാരെല്ലാം കണ്ടോളാം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതിനുള്ള അനുവാദം ഞാൻ പപ്പാടെ നിന്ന് മേടിച്ചു.
മേടിച്ചുകൊണ്ട് വന്നോളാം, അതിനോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് പറയാം, അപ്പോൾ ബാലചന്ദ്രൻ പപ്പ ഞാൻ എന്നാ ഇറങ്ങുക, സമയമായി എന്ന് പറയുമ്പോഴത്തേക്ക് പപ്പ അങ്ങനെ ഇറങ്ങാതെ, കാരണം പപ്പ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഞാൻ തരുന്ന കാപ്പിയും ഫുഡ് എല്ലാം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അത് കഴിഞ്ഞുടനെ അല്ല കുറേ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക്, മോളെ എന്താണെങ്കിലും നിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നോണം, ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് മനുവിനെ നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നീ ഇപ്പോൾ തുറന്ന് പറയണമെന്ന് പറയണം. അച്ഛാ എനിക്ക് ആരെയും വേദനിപ്പിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എന്നാ മുമ്പോട്ട് പോവുക, ആരെയും വേദനിപ്പിക്കാതെ പോകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പം അച്ഛൻ ബാലചന്ദ്രൻ പറയണേ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാ ശരി, നിൻ്റെ തീരുമാനത്തിൽ അങ്ങനെ എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം അച്ഛൻ ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോഴത്തേക്ക്, അത് ഞാൻ വരരുന്നല്ല നിൻ്റെ പപ്പ പറഞ്ഞേക്കുന്നത്, അതൊക്കെ ചുമ്മാ പറഞ്ഞത്, അതൊക്കെ കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ വിട്ടുകള. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നേരെയാകും, പപ്പ ഇങ്ങോട്ട് വാ എന്നല്ല അച്ഛൻ ഇങ്ങോട്ട് വരണം എന്നുള്ളത് ഈ പറഞ്ഞ് അതുകൊണ്ടാണ്. അപ്പോൾ കാറെടുത്ത് ബാലചന്ദ്രൻ പോവാണ്. അത് ബാലചന്ദ്രൻ പിന്നെ ഒരു 7:30 ആയപ്പോൾ 7:30 ആയപ്പോഴത്തേക്കാണ് നമ്മുടെ ജ്വല്ലറിയിലേക്ക് ചേരുന്നത്. നേരെ ജ്വല്ലറിയാണ് ചേരുന്നത്. അവിടെ കഴിയുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം ഗോവർദ്ധനെ കണ്ടിട്ട് ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗോവർദ്ധന വിശേഷം, ഇന്നിൻ്റെ എങ്ങനെയാണ് സെയിലൊക്കെ എങ്ങനെ നടക്കുന്നത്? സെയിൽ നടക്കുന്നിരിക്കട്ടെ, ബാലേട്ടൻ്റെ ഭാര്യയും മകളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു, ചേട്ടൻ എവിടെ പോയെന്ന് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നത്. തനിക്ക് പറയത്തില്ല, ഞാൻ കൊടുത്തപ്പോഴേലാണ് പോയെന്ന് തനിക്ക് പറയത്തില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാം, അതങ്ങനെ ഞാൻ പറയുന്നത്, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലേട്ടൻ എന്തിനാ പറഞ്ഞതെന്ന് ചിലപ്പോൾ ചോദ്യം വരും. കാരണം ഒരു മുൻവിധി ഇല്ലാതെ നമ്മളത് ചെയ്യരുതല്ലോ, അതുകൊണ്ട് ഞാനത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ബാലേട്ടൻ തന്നെ പറഞ്ഞാൽ മതി, കാണുമ്പോഴൊക്കെ അതൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അത് ഞാൻ പറഞ്ഞത് ശരി, എന്തായാലും ആട്ടെ, നീ ഒരു കാര്യം ക്ലോസ് ചെയ്തിട്ട് പൊക്കോ, ഞാൻ വീട്ടിലോട്ട് പോകുമെന്ന് പറയാം. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലാണ് എല്ലാവരും ഇരിക്കുന്നത് മനസ്സിലാകുന്നത്. ഒന്ന് കഥ തുറക്കുന്ന നമ്മുടെ ബബിതയാണോ, അത് കഥ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മൂടിക്കെട്ടിയ അവസ്ഥ, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. എന്താണ് നീ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവളെ അകത്തോട്ട് കയറി പോവാണ് നമ്മുടെ ബബിത. എന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരുങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇവിടെ വിധവയാണേലും അതായത് വിധവയല്ല അല്ലെങ്കിൽ പോലും ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്നോടോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകത്തില്ല, എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകത്തില്ലേ? എന്തിനാ എങ്ങനെയാ ഇത്ര നാളും ഒളിച്ചു വെക്കാൻ നടക്കുന്നതല്ലേ നിങ്ങൾ? അപ്പം എന്തിനാ ഇങ്ങനെ പറയാതെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. എവിടെ പോയതാ എന്നുള്ളത് ചോദിച്ചു. അത് ഞാൻ പോയത് കുളത്തുപ്പുഴ പോയത് ഞാൻ അലീനെ കാണാൻ പോയതാ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പതിവില്ലാത്തതാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തെ, അല്ല പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, കാരണം പറയാതെ പോക്ക്, ആരെയും കൂട്ടാതെ പോക്ക്, അങ്ങനെയൊക്കെയാണല്ലോ. മാത്രമല്ല ഇത്രയും നാൾ ഇവിടെ പല ജോലിക്കാർ ഇവിടെ നിന്ന് നിപ്പോട്ടുണ്ട്, അവരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിപ്പോകാത്ത ബാലചന്ദ്രൻ എന്തിനാ അലീനെ മാത്രം കാണാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇത്തിരി നല്ല കാറ്റ് കിട്ടും, ആ കാറ്റ് ശ്വസിക്കാൻ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ ആ കാറ്റ് കൊള്ളാൻ വേണ്ടി പോയതാണ് എന്നുള്ളത് പറയാണ്. അങ്ങനെയാണോ? ശരി, ഇത്ര നാൾ നിങ്ങൾക്ക് നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലേ, അവളോട് കാണാതെ അവളെ സംസാരിക്കരുത്, ഇടപെടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് പോലും ആ ബന്ധം കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ എന്തിനായി ബാലചന്ദ്രൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. ഉടനെ പറയണം, സ്നേഹം എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞതും, എൻ്റെ കുടുംബത്തിൽ ഇച്ചിരി സന്തോഷം, എൻ്റെ മക്കളുടെ ഒരുമ, അവരൊരു ഐക്യത്തോടെ നിന്നതും ആ കൊച്ചു വന്നതിന് തന്നെയാണ്. അപ്പം ആ കൊച്ചു എങ്ങനെയുണ്ട്, ഏതൊക്കെ ഉണ്ടെന്ന് ഉള്ള രീതിയിൽ അന്വേഷിക്കുകയും പറയുന്നതൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പം അത് ഞാൻ കണ്ടിന്യൂ തന്നെ ചെയ്യും എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ ഗംഭീര ദേഷ്യവും അതുപോലെയുള്ള അടിയും പിടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കോർത്തിരിക്കേണ്ട ഒരു അടിപൊളി വിശേഷമാണ് കടന്നു വരാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിക്കുന്നു, കാരണം ഈ ചാനൽ നമ്മൾ ഡെയിലി ഉച്ചയ്ക്കാണ് ഇടുന്നത്, അത് മറക്കാതെ കാണണം. അതുകൂടാതെ അടുത്ത ദിവസം തൊട്ട് രാവിലെ ഇന്നത്തെ വിശേഷം എന്നുള്ള രീതിയിലുള്ള കഥയിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് എല്ലാം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.